മൂന്നാളും കൂടെ ഒന്ന് അമ്പലം വരെ പോവാണേ. കുറേ ദിവസമായിട്ടോ വിചാരിക്കണേ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന്. ഈ ദേവുട്ടൻ ഇങ്ങനെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റാറില്ല. അവനില്ലാതെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാട്ടോ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ മൂന്നാളും കൂടെ ഇന്ന് ഇറങ്ങിയത്. ഞങ്ങളിത് വന്നേക്കുന്നത് പള്ളൂർത്തിയിലുള്ള ധന്വന്തരി ക്ഷേത്രത്തിലാട്ടോ. ഈ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ആ ദിവസം പോയിട്ട് നെയ്വിളക്ക് എടുത്തുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ ആ ദിവസം എന്നെ കത്തിക്കാന്ന് പറഞ്ഞപ്പോൾ ദേവുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എല്ലാ വാശിയും കഴിഞ്ഞ് തൊഴുത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ മൂന്നാളും കൂടെ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോവാട്ടോ. പള്ളൂർത്തിയിലുള്ള ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തിലാട്ടോ പോകുന്നത്. ഞാൻ എപ്പോഴും ആദൂസിനോട് പറയേ നമുക്ക് രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണമെന്ന്. ഈ ആദൂസിനാണെങ്കിൽ രാവിലെ എണീക്കുന്ന കാര്യം വലിയ മടിയാട്ടോ. സ്കൂളിൽ പോകുന്ന ടൈമിൽ മാത്രമാണ്, അതും കഷ്ടപ്പെട്ടാണ് കുത്തിപ്പോക്കുന്നത്. നടന്നു വരുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആദൂസിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നേ. എന്തൊക്കെ പറഞ്ഞിട്ടും ആദൂസിന് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദൂസിന് ഇങ്ങനെ എന്തോ ചെറിയൊരു കഫക്കെട്ടിന് ബുദ്ധിമുട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നേ. മരുന്നൊക്കെ മേടിച്ചെങ്കിലും ആൾക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് പിന്നെ ഗോശാലയിൽ പോയി പശുവിന് പുല്ലൊക്കെ കൊടുത്തുട്ടാ. അത് ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ രണ്ടാക്കും പതിവുള്ളൊരു കാര്യമാണ്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ദേവുട്ടിനെ സ്കൂളിലാക്കാൻ വേണ്ടി പോവാട്ടോ. വഴി നീളെ ദേവുട്ട് സ്കൂളിൽ പോകില്ല എന്ന് ചിണുങ്ങിക്കൊണ്ട് വരുമായിരുന്നു കേട്ടോ. എൻ്റെ ചേട്ടൻ്റെ കുറച്ച് നീങ്ങി അപ്പുറത്ത് ഓട്ടോയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ചൊക്കെ കഴിഞ്ഞ് സ്കൂളിലോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു ചിണുങ്ങൽ പതിവാണ്. ഇതില്ലെങ്കിൽ അവർക്ക് സ്കൂളിലേക്ക് പോകാനേ പറ്റില്ല. രണ്ടാളും ചിണുങ്ങോട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് ഇറങ്ങനെ ഇതൊക്കെ മാറുവേ. അങ്ങനെ ദേവുട്ടിനെ ആക്കി ഞാൻ ഇറങ്ങാൻ പോവാണേ. അപ്പോൾ ടാറ്റ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആളുടെ മുഖഭാവം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നേ. ഇനി അധികം നേരം ഞാനിവിടെ നിന്ന് മുഷിപ്പിക്കുന്നില്ലേ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ, സീ യു.